ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ മുൻ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായിരുന്ന അരുൺ ഷൂറി എഴുതിയ ഒരു മനോഹരമായ പുസ്തകമാണ് ടു സെയിൻസ് സ്പെക്കുലേഷൻസ് അറൗണ്ട് ആൻഡ് അബൌട്ട് രാമകൃഷ്ണ പരമഹംസ ആൻഡ് രമണ മഹർഷി. നമ്മുടെ നാട്ടിലെ രണ്ട് മഹത്തായ യോഗികളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു പ്രതിപാദനമാണ്. താപസോന്മുഖമായ ജീവിതം തങ്ങളുടേതായ വേറിട്ട ശൈലികളിൽ പൂർത്തീകരിച്ച ഈ രണ്ട് മഹായോഗികളുടെയും ആധ്യാത്മിക സാധനകളും ധ്യാന ലീനതകളുടെ ദീർഘകാലങ്ങളുമൊക്കെ അവരുടെ മാനസികവും ആധ്യാത്മികവുമായ അത്യഗാധങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിരുന്നുവെന്ന് ശാസ്ത്രീയമായി അപഗ്രഥിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പ്രത്യേകമായും പരമ്പരാഗതമായ ആധ്യാത്മിക നിഷ്ഠകളും ചര്യകളുമൊക്കെ പുലർത്തുന്ന ആളുകളിൽ അവരുടെ നാഡീവ്യൂഹങ്ങളുടെ കണികകളിൽ പോലും സംഭവിക്കുന്ന പരിവർത്തനത്തെക്കുറിച്ച്, പരിണാമത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായി പ്രതിപാദിക്കുന്നു. ദലൈലാമയാണ് ആ പുസ്തകം പ്രകാശനം ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പ്. പ്രത്യേകമായും ചില കാര്യങ്ങൾ ഇത്തരം മനുഷ്യരിൽ അവരുടെ ബോധമണ്ഡലത്തിൻ്റെ വികാസത്തിലൂടെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ചിലത്, ഒന്ന്, അവരിൽ നിന്ന് കാലബോധം നഷ്ടമാവുന്നു. കാലബോധം എന്നാൽ ത്രികാലങ്ങളെക്കുറിച്ചുള്ള ബോധമാണ്. ഭൂതം, ഭാവി, വർത്തമാനം. അത്തരത്തിലുള്ള കാലബോധം നഷ്ടമാകുന്ന ഒരാൾക്ക് പിന്നെ നിത്യതയെക്കുറിച്ചുള്ള അവബോധമായിരിക്കും അയാളുടെ ചിത്തത്തിൽ നിറഞ്ഞു നിൽക്കുക. അതുപോലെ തന്നെ അപാരമായ ഒരു കരുണ അയാളുടെ ബോധത്തിൽ നിന്ന് പിന്നെ വഴിഞ്ഞൊഴുകി തുടങ്ങുന്നു എന്നാണ് പറയുക. വ്യക്തിയും സമഷ്ടിയും, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള വേർതിരിവുകൾ അയാളിൽ ഇല്ലാതെയായി തുടങ്ങും. ഇങ്ങനെ ഒരു ഭാവുകത്വ പരിണാമം ദീർഘകാലമായി ഒരേ ജീവിതചര്യകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളിൽ അവർ പോലും അറിയാതെ സംഭവിക്കുന്നുണ്ട് എന്ന് ശാസ്ത്രീയമായി ഈ പുസ്തകത്തിൽ പറയുന്നു. ഇത്തരമൊരു പുസ്തകം ആമുഖമായി പരിചയപ്പെടുത്തുന്നതിൻ്റെ കാരണം, അത്യന്തം താപസോന്മുഖമായ ജീവിതം നയിച്ച ഒരു മഹാപുരുഷനെയാണ് യാക്കോബ് ബുർദോനോ എന്ന പേരിൽ നാം ഓർത്തെടുക്കുന്നത്. ബുർദോനോ എന്നാൽ നിങ്ങൾക്കറിവുള്ളതുപോലെ ആ ചാക്കുശീല, സാഡിൽ ക്ലോത്ത്, കുതിരയുടെ ജീനി പോലെ അതിങ്ങനെ ഒട്ടും മാർദ്ദവമല്ലാത്ത രീതിയിൽ ആയിത്തീർന്നുവെന്നും, അല്ലെങ്കിൽ അദ്ദേഹം ധരിച്ചിരുന്ന ജീർണ വസ്ത്രത്തെ സൂചിപ്പിക്കുന്നുവെന്നുമൊക്കെ വ്യത്യസ്തങ്ങളായ വായനകൾ ആ മനുഷ്യന്റെ പേരിനോടും ജീവിതത്തോടും ചേർന്നുള്ള ഈ വിശേഷണം സംബന്ധിച്ചിട്ടുണ്ട്. വളരെ കലുഷിതമായ, പ്രതിലോമകരമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ചും കൽക്കദോന്യ സുന്നഹദോസിന് ശേഷം സഭാ ചരിത്ര പശ്ചാത്തലത്തിലുണ്ടായ വലിയ കോളിളക്കങ്ങൾ ചരിത്ര വിദ്യാർത്ഥികൾക്ക് നന്നായി അറിയാം. വിശ്വാസ സംബന്ധിയായ പ്രതിസന്ധിയിൽ ഭരണാധികാരികളുടെ വലിയ ഭീഷണികൾക്ക് മുമ്പിൽ അടിപതറാതെ അദ്ദേഹം എങ്ങനെയാണ് സത്യവിശ്വാസം കാത്തു സംരക്ഷിച്ചത് എന്നുള്ളത്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയും അദ്ദേഹത്തിൻ്റെ ജീവിതവും നിരന്തരം ധ്യാനിക്കുന്ന ഈ ഇടവകയെ സംബന്ധിച്ച് ഒട്ടും തന്നെ വിശദീകരിക്കേണ്ട ആവശ്യകതയില്ല.
വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ അപ്പോഴാണ് ഒരു മനുഷ്യന്റെ നേതൃത്വ പാടവം വെളിപ്പെടുക. പൊതുവെ എല്ലാവരും പറയുന്നത് കാര്യങ്ങളെല്ലാം അനുകൂലമാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നാണ്. അത് ഭീരുക്കളായ ആളുകളാണ് പറയുന്നത്. അതൊട്ടും തന്നെ ആത്മബലമില്ലാത്ത ആളുകളാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥകളിൽ നിരന്തരം പ്രത്യാശയുടെ സന്ദേശം പകർന്നു കൊടുത്തുകൊണ്ട് താൻ നയിക്കേണ്ട സമൂഹത്തെ മുന്നോട്ട് തന്നെ ഒട്ടും പതറാതെ ചുവടുകൾ വയ്ക്കാൻ പ്രേരിപ്പിക്കുന്നവനാണ് യഥാർത്ഥ നേതാവ്. അതുകൊണ്ടാണ് പറയുക, ലീഡർഷിപ്പ് ഇസ് നോട്ട് എ പൊസിഷൻ, ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി. നേതൃത്വം എന്ന് പറയുന്നത് ഒരു സ്ഥാനമല്ല, അത് കേവലം അലങ്കാരത്തിനോ ആസ്വാദനത്തിനോ ഉള്ള ഒരവസരമല്ല, പിന്നെയോ അതൊരാത്മീയ ഉത്തരവാദിത്തമാണ്. ക്രൈസ്തവ സഭാചരിത്രത്തിൽ യാക്കോബ് ബുർദോനോ എന്ന ആ മഹാനായ പിതാവിനെ സ്മരിക്കുമ്പോൾ അദ്ദേഹം എത്രമാത്രം ചുമതലാബോധത്തോടുകൂടിയാണ് ദൈവം തന്നിൽ ഭരമേൽപ്പിച്ച നിയോഗത്തെ പൂർത്തീകരിച്ചത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ്, നാം അനുകരിക്കേണ്ടതുമാണ്. മുന്നമേ പറഞ്ഞതുപോലെ ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം നിശ്ചയദാർഢ്യത്തോടുകൂടി തനിക്ക് ലഭിച്ച ദൈവീകമായ വെളിയെക്കുറിച്ചുള്ള ഉറപ്പോടുകൂടി ഒരാൾക്ക് ചുവട് വയ്ക്കാൻ പറ്റുന്നുവെങ്കിൽ അതിന് അയാൾ കൊടുക്കേണ്ടി വന്നിട്ടുള്ള കപ്പം അയാളുടെ ജീവിതം തന്നെയാണ്, ആയിരിക്കണം. 2-ാം വയസ്സിൽ ആശ്രമത്തിൽ പ്രവേശിപ്പിക്കട്ട ആളാണ് യാക്കോബ് ബുർദോനെ എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വായിക്കുന്നു. ദീർഘകാലം മക്കളില്ലാഞ്ഞ ഒരു പുരോഹിത ദമ്പതികൾക്ക് ഉണ്ടായ ഒരു മകൻ ഒസ്താത്യോസ് എന്ന മഹാഗുരുവിന്റെ സന്നിധിയിൽ ഒരു ദേറായിലേക്ക് അവനെ ദൈവം തന്നതിനെ ദൈവത്തിന് തന്നെ ഫലമേൽപ്പിക്കുന്നു. ഇങ്ങനെ ദേറാകളിലേക്കും ആശ്രമങ്ങളിലേക്കും മരുഭൂമികളിലേക്കുമൊക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ പറഞ്ഞുവിടുന്ന ഒരു പതിവ് മധ്യപൂർവ്വ ഏഷ്യയിൽ ഉണ്ടായിരുന്നുവെന്ന് പല സൂചനകൾ നാം പലയിടങ്ങളിൽ കാണുന്നുണ്ട്. കാരൻ ആംസ്ട്രോങ്ങിന്റെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് പ്രൊഫറ്റ് മുഹമ്മദ്. ആ പുസ്തകത്തിൽ മുഹമ്മദ് നബിയെ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ തന്റെ കൗമാരകാലത്ത് ഒട്ടകങ്ങളെ മേയ്ക്കുന്ന ആളുകളുടെ അടുത്ത് കൊണ്ടുവിടുന്നതായി ഒരു പരാമർശം. വലിയ ധനിക കുടുംബങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലേക്ക്, ആശ്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ ഗോശാലകളിലേക്ക് ഇത്തരം ഇടങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ വിടുന്നത് പ്രത്യേകമായ ഒരു കാരണം കൊണ്ടാണ്. ദരിദ്ര കുടുംബങ്ങളെ സംബന്ധിച്ച് അവരുടെ ദാരിദ്ര്യം ഒരുപക്ഷെ ആ കുഞ്ഞുങ്ങളുടെ എണ്ണമനുസരിച്ച് കൃത്യമായി ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കാറുണ്ട്. വലിയ ധനിക കുടുംബങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ ഒരു വശം മാത്രമാണ് ഈ സമൃദ്ധി, മറുവശത്ത് മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. ജീവിതത്തിന്റെ കൈപ്പേറിയ ഒരു മുഖമുണ്ട്, അനുഭവമുണ്ട് എന്നവർ തിരിച്ചറിയേണ്ടതുള്ളത് കൊണ്ട് അവരെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ പഠിപ്പിക്കാൻ ആശ്രമങ്ങളിൽ വിട്ടുകൊടുക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. ഹാഗാർ ഇസ്മായേലിനെ മരുഭൂമിയിൽ കൊണ്ടാക്കുന്നത് പോലും അത്തരത്തിലൊരു സൂചന വേദപുസ്തകത്തിൽ നിന്നുണ്ട് എന്ന് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇങ്ങനെ സ്വയം കരുത്തരാവാൻ, സ്വയം സജ്ജരാവാൻ കുഞ്ഞുങ്ങളെ മഹാഗുരുക്കന്മാരുടെ അടുക്ക് കൊണ്ടുവിടുക, ദീർഘമായ പ്രാർത്ഥനാ വേളകളിൽ കൊണ്ടാക്കുക, പ്രാർത്ഥനയുടെ ചുവളകളിൽ, ദിനചര്യകളുടെ നിഷ്ഠകളിൽ
ഒക്കെ അവരെ കൊണ്ട് പാർപ്പിച്ച് അവരെ സ്വയം കരുത്തരാക്കിയെടുക്കുന്ന, അവരുടെ ഫോർമേഷനെ സഹായിക്കുന്ന ഒരു മെത്തഡോളജി, ഒരു രീതിശാസ്ത്രം പുരാതന സംസ്കൃതികളിലെല്ലാം പൊതുവായി കാണുന്നുണ്ട്. അബ്ദുൽ ഖാദർ ഗിലാനി എന്ന് പറയുന്ന സൂഫി വര്യനെ കുറിച്ച് ഒരു കഥ പറയും. അദ്ദേഹം ഇതുപോലെ ഒരു ഗുരുകുലം സ്വന്തമായുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ഇതുപോലെ പാർപ്പിക്കാനായി കൊണ്ടുപോകുന്നുണ്ട്. അത്തരത്തിൽ പാർപ്പിക്കാനായി അവിടെ എത്തുമ്പോൾ ഗുരുവിനോട് ഈ കുഞ്ഞിന്റെ അമ്മ പറഞ്ഞു, ഗുരുവേ, വീട്ടിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവനീ സുഖം മാത്രം അനുഭവിച്ചാൽ പോരല്ലോ, ഈ ജീവിതത്തിന്റെ യഥാർത്ഥമായ മറ്റു മുഖങ്ങളെ കൂടി അറിയണമല്ലോ. അതുകൊണ്ട് അവനെ കുറെ നാൾ ഇവിടെ ഒന്ന് പാർപ്പിച്ച് ഇവന്റെ ദുശാഠ്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു തരണമെന്ന് പറയുന്നു. അങ്ങനെ ഗിലാനി അവനെ അവിടെ പാർപ്പിക്കുന്നു. അമ്മ തിരിച്ചുപോയി. അമ്മ ഒരു വൈദ്യയായിരുന്നു എന്നാണ് കഥയിൽ ഇങ്ങനെ പറയുന്നത്. മരുന്നൊക്കെ കൊടുക്കുന്ന ആളാണ്. കുറച്ചു ദിവസം ഇവനിവിടെ പാർക്കുന്നു. സ്വാഭാവികമായും ജീവിതത്തിന്റെ സുഖാനുഭവങ്ങളിൽ നിന്ന് ഇത്തരം പരുക്കനിടങ്ങളിലേക്ക് വരുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങൾ ഈ കുഞ്ഞിനും ഉണ്ടായി. പ്രത്യേകിച്ചും അവനുണ്ടായ ഏറ്റവും വലിയ പ്രയാസം പൊതുമൂത്രപ്പുര കഴുകിയിടണമെന്നുള്ളതാണ്. ഗാന്ധിയുടെ ആശ്രമത്തിലെ കഥകളൊക്കെ പോലെ തന്നെയാണ്. പൊതുമൂത്രപ്പുര വൃത്തിയാക്കണം, അതവന് വലിയ പ്രയാസം. സ്വന്തം വീട്ടിൽ അവൻ ഉപയോഗിക്കുന്ന മൂത്രപ്പുര പോലും കഴുകാത്തവനോടാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ശൗചാലയം കഴുകി വൃത്തിയാക്കണമെന്ന് പറയുക. അവൻ അമ്മയ്ക്ക് കത്തെഴുതി, അമ്മ, എനിക്കിവിടെ താമസിക്കാൻ പറ്റില്ല, എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം തിരിച്ച്. അമ്മ വണ്ടി വിളിച്ചു വരികയാണ്, വില്ല് വണ്ടി വിളിച്ചു വരികയാണ്. പെട്ടെന്ന് മകന് പ്രയാസമുണ്ടായി. അമ്മ വന്ന കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. ഒരു ജോലിക്കാരനാണെന്ന് കണ്ടാലേ അറിയാം. ഗുരുവിനോട് പറഞ്ഞു, ഗുരുവേ, ഇവിടുത്തെ താമസമൊന്നും കുഴപ്പമില്ല, എല്ലാം നന്നായിരിക്കുന്നു, പക്ഷേ അവന് മൂത്രപ്പുര കഴുകാനൊരു ചെറിയ പ്രയാസം പോലെ പറയുന്നുണ്ട്. ആ മൂത്രപ്പുര കഴുകാൻ ഞാനൊരു ജോലിക്കാരനെ ഇവിടെ എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, അയാളെ ഇവിടെ നിർത്തിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോ ഗുരു ചോദിച്ചു, അമ്മേ, നിങ്ങളൊരു ഡോക്ടറല്ലേ? അതെ. നിങ്ങളുടെ അടുത്തൊരു രോഗി വരുമ്പോൾ നിങ്ങൾ രോഗിക്കാണോ മരുന്ന് കൊടുക്കുന്നത്, അത് രോഗിയെ കൊണ്ടുവന്ന കൂടെ വന്ന ആൾക്കാണോ മരുന്ന് കൊടുക്കുന്നത്? നിങ്ങൾ രോഗിക്കാണോ മരുന്ന് കൊടുക്കുന്നത്, അത് രോഗിയെ കൂട്ടിക്കൊണ്ടുവന്ന ആൾക്കാണോ മരുന്ന് കൊടുക്കുന്നത്? ഗുരുക്കന്മാർ ശിഷ്യന്മാരെ കഠിനമായ നിഷ്ഠകളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്നത് അവരുടെ അഹം ശമിപ്പിക്കാനാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. മിലരേബ എന്നൊക്കെ പറയുന്ന പുസ്തകത്തിലൊക്കെ എത്ര ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട്. സത്യവേദ പുസ്തകം ഉടനീളം ഇത്തരം ഒരു ഡെസേർട്ട് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ക്രിസ്ത്യൻ സെൻസ് ഓഫ് ഡെസേർട്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ വിഷയമാണ് പൗരസ്ത്യ ക്രൈസ്തവ സഭകളിൽ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി ഒന്നാം ദിവസം. ഇങ്ങനെയാണ് സത്യവേദ പുസ്തകം ആരംഭിക്കുന്നത്. ഈ എബ്രായ വേദചരിത്രം ആരംഭിക്കുമ്പോൾ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ വേദപുസ്തക പാഠത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഒരു കയോട്ടിക് സിറ്റുവേഷനാണ്. അവ്യക്തമായ ഒരു പാഴ്നിലം, ഒരു തരിശു നിലം, ഒന്നും മുളയ്ക്കാത്ത ഒരു മരുഭൂമി പോലെയുള്ള സ്ഥലം. അവിടെയാണ് ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് വെളിച്ചം പാകി. പിന്നെ പൂക്കൾ, മരങ്ങൾ, മൃഗങ്ങൾ, ഫലങ്ങൾ ഇങ്ങനെ തിങ്ങി നിൽക്കുന്ന ഒരു തോട്ടമുണ്ടാക്കി. മരുഭൂമിയിൽ നിന്നൊരു തോട്ടമുണ്ടാക്കുന്ന കഥ പറഞ്ഞുകൊണ്ടാണ്
വേദപുസ്തകം ആരംഭിക്കുന്നത്. ഡെസേർട്ടിൽ നിന്നൊരു ഗാർഡൻ ഉണ്ടാവും. ഏദൻ തോട്ടത്തിന്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഇതിന്റെ പിന്നിൽ വലിയൊരു ദൈവശാസ്ത്രമുണ്ട്. ഏകദേശം 430 സംവത്സരക്കാലം മിസ്രൈമിൽ അടിമകളായിരുന്ന ഇസ്രായേൽ ജനം ആ മിസ്രൈമിലെ സാംസ്കാരികതയുടെ പല സ്വാധീനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അത്തരമൊരു സ്വാധീനത്തെക്കുറിച്ച് ഇവിടെ ഒരു സൂചനയുണ്ട് എന്ന് ബൈബിൾ പഠിതാക്കൾ പറയുന്നുണ്ട്. ഇത് മരുഭൂവാസത്തിന്റെ ക്രൈസ്തവ വിശ്വാസ സംഹിതയെ പഠിപ്പിക്കുന്ന പിതാക്കന്മാർ, പുരാതന പഴയ പിതാക്കന്മാരും ആധുനിക കാല ഓർത്തഡോക്സ് പിതാക്കന്മാരും ഒരുപോലെ പഠിപ്പിക്കുന്ന വിഷയം തന്നെയാണ്. എന്താണത്? ഈജിപ്തിൽ ചില ദൈവങ്ങളുണ്ടായിരുന്നു. ഐസിസും ഒസിരീസും ഒക്കെ പറഞ്ഞു. സെറ്റ് എന്നൊരു മറ്റൊരു ദേവൻ. ഈ ഐസിസും ഒസിരീസും ഒക്കെ ഗോഡ്സ് ഓഫ് സിവിലൈസേഷൻ ആണ്, നാഗരികതയുടെ ദൈവങ്ങളാണ്. സെറ്റ് എന്ന് പറയുന്നത് ഡിസോർഡറിന്റെ ദൈവമാണ്. അവൻ താമസിക്കുന്ന സ്ഥലമാണ് മരുഭൂമി. അവിടെ വെള്ളമില്ല, അവിടെ ഒന്നും മുളയ്ക്കത്തില്ല. അപ്പൊ ഈ സെറ്റിനെ കീഴ്പ്പെടുത്തിയെങ്കിൽ മാത്രമേ അവിടെ നാഗരികത, പുതിയ സംസ്കാരമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരു ചിന്താധാര ഈജിപ്ഷ്യൻ ചിന്താഗതിയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ സ്വാധീന സൂചന ഇവിടെയുണ്ട്. മരുഭൂമി ഡിസോർഡറിന്റെ സ്ഥലമാണ്. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഖയോസ് എന്നാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാർക്കറിയാം, സെമിനാരികളൊക്കെ പഠിപ്പിക്കും. ഖയോസ് എന്നും കോസ്മോസ് എന്നും രണ്ട് വാക്ക്. ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്ന് പറയുന്നത് ഖയോസ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുക. എന്നാൽ അതൊരു ഓർഡറാക്കി രൂപപ്പെടുത്തുന്നതിനെ കോസ്മോസ് എന്നാണ് പറയുക. ലോകം, ക്രമമുള്ള ഓർഡർ. കോസ്മോസ് എന്ന വാക്കിന്റെ അക്ഷരാർത്ഥത്തിലെ അർത്ഥം ഓർഡർ എന്നാണ്, ക്രമം. നമ്മൾ ഈ കോസ്മെറ്റിക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്തോ അത് നമ്മുടെ ഇവിടെയൊക്കെ കുഴിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തരുന്ന സാധനങ്ങൾക്ക് വേറെ പേരാണ് കോസ്മെറ്റിക്സ്. അതായത് വിരൂപതകളെയൊക്കെ മാറ്റി നമ്മളെ കുറെ കൂടി സുന്ദരന്മാരും സുന്ദരികളുമാക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. അതിന്റെ എറ്റിമോളജി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ മരുഭൂമിയിൽ നിന്നൊരു തോട്ടമുണ്ടാക്കുന്നതിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യം തന്നെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ മരുഭൂവാസം എന്ന് പറയുന്നത് അവ്യക്തതയിൽ നിന്ന്, അക്രമത്തിൽ നിന്ന്, അധർമ്മത്തിൽ നിന്ന് സ്വധർമ്മത്തിലേക്കുള്ള ഒരു പരിണാമത്തിന്റെ സൂചനയാണ്, ക്രമത്തിലേക്കുള്ള ഒരു സൂചനയാണ്. ഒരു താപസനായ പുണ്യപിതാവിനെ നാം ഓർത്തെടുക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ യോഗാത്മകമായ ജീവിതം ഓർമ്മിച്ചെടുക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ മുൻഗാമികളായി വേദപുസ്തക ചരിത്രത്തിൽ ഏലിയാവിനെയും ഏലിശായെയും ഇങ്ങ് സ്നാപക യോഹന്നാൻ വരെയും മരുഭൂമിയിൽ കാണുമ്പോൾ, മലമുകളിൽ കാണുമ്പോൾ, വിജനതകളിൽ കാണുമ്പോൾ നിങ്ങൾ ഓർക്കണം, 3 കാര്യങ്ങൾക്ക് മാത്രമാണ് അവരവരുടെ മൗനവാത്മീകങ്ങൾ വിട്ട് പുറപ്പെട്ടിട്ടുള്ളൂ. ഒന്ന്, preaching the word of God, ദൈവത്തിന്റെ വാക്ക് സംസാരിക്കാൻ. മറ്റൊന്ന്, സൗഖ്യം പകരാൻ. 3, ഭക്ഷണം നൽകാൻ. പ്രീച്ചിങ്, ഹീലിംഗ് ആൻഡ് ഫീഡിംഗ്. അവർ നടന്ന വഴികളിൽ ഇത് 3 ഏലിയാവ് നടക്കുന്ന വഴികളിൽ കലശത്തിലെ മാവ് കുറയുന്നില്ല, കലത്തിൽ എണ്ണ കുറയുന്നില്ല. ഏലീശ നടക്കുന്ന വഴികളിൽ 5 യവത്തപ്പണ്ടും കൊണ്ട് അനേകായിരം പേരെ പരിപോഷിപ്പിക്കുന്നു. സ്നാപക യോഹന്നാൻ അങ്ങാടിയിലും അരമനയിലും ഒരുപോലെ സത്യം സംസാരിക്കുന്നു. ഒരുപക്ഷെ ഇതുകൊണ്ടാവും നമ്മുടെ കർത്താവായ യേശു മശീഹ തമ്പുരാൻ വടക്കേ ദേശമായ കൈസരിയ ഫിലിപ്പിയിലേക്ക് പോകുന്ന വഴി മാർഗമധ്യത്തിന്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യം, ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി, ചിലർ ഏലിയാവെന്ന്, ചിലർ യെരമ്യാവെന്ന്. പഴയ നിയമ പുസ്തകങ്ങളിൽ അവർ കണ്ട അവധൂതന്മാരെ പോലെയാണ് ക്രിസ്തുവിനെ അവർക്ക് തോന്നിയത്. എന്നാൽ തിരിച്ചാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾക്കറിയാമെന്ന്. ക്രിസ്തുവിന്റെ നിഴലായി ചരിത്രത്തിൽ മുമ്പും ചരിത്രത്തിൽ പിമ്പും അനേകം ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. അതിലൊരാളാണ് പരിശുദ്ധനായ യാക്കോബ് ബുർദോൻ. ക്രിസ്തുവിന്റെ നിഴലായി ഈ ചരിത്രത്തിൽ സഞ്ചരിക്കുക എന്നുള്ളതിൽ പകരം എന്തുണർവാണ്
ഒരു മനുഷ്യനുണ്ടാവേണ്ടത്, ഒരു മനുഷ്യാവതാരത്തിനുണ്ടാവേണ്ടത്. പ്രത്യേകിച്ചും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്ന ഒരാൾക്കുണ്ടാവേണ്ടത്. തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട്, മങ്ക് മൈൻഡുമുണ്ട്, മങ്കി മൈൻഡുമുണ്ട്. മങ്ക് മൈൻഡുമുണ്ട്, മങ്കി മൈൻഡുമുണ്ട്. മങ്ക് എന്നാൽ സന്യാസി, യോഗി. മങ്കി എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെ ചാബല്യമുള്ളതാണ്, വളരെ റെസ്റ്റ്ലെസ് ആണ്. അപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ 15 പ്രാവശ്യമാണ് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നത്. ഒരു കുരങ്ങൻ, റെസ്റ്റ്ലെസ് മങ്കി, 32 പ്രാവശ്യം എന്ന് പറയാം. ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലാണ് ആളിങ്ങനെ ഉടർത്തടങ്ങിയിരിക്കാനൊന്നും പറ്റില്ല ആൾക്ക്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും പോയി ഇടപെടുകയും ചെയ്യും. അതാണ് ഈ മങ്കി മൈൻഡ് എന്ന് പറയുന്നത്. അവനവൻ്റെ കാര്യം ഒട്ടും നോക്കത്തുമില്ല. ഏകാഗ്രതയുണ്ടാവുന്ന ഒരു മനസ്സ്, ഈഹിദോയോ എന്ന് നമ്മൾ സുറിയാനിയിൽ പറയും, സിംഗിൾ ഹാർട്ട്നെസ്. സുറിയാനി സഭാ പാരമ്പര്യത്തിൽ സന്യാസിമാരെ വിശേഷിപ്പിക്കുന്ന പദങ്ങളിൽ ഒന്നാണത്. അത്തരം ഏകാഗ്രമായ ഒരു മനസ്സിന്റെ ഉടമയായ ഒരു പിതാവിനെയാണ് നമ്മളിവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ഏകാഗ്രതയിൽ നിന്നാണ് ദൈവത്തിങ്കിലേക്ക് മൗനത്തിന്റെ ഒരു മുന വെച്ചിട്ടുള്ള മനുഷ്യരിലാണ് യഥാർത്ഥത്തിൽ ബോധമുണരുന്നത്. അത്തരം മനുഷ്യരുടെ ഓർമ്മകൾ നമ്മുടെ ബോധമുണർത്താനുള്ളതാണ്. ചില മനുഷ്യർ നമ്മളെ ദേഷ്യം പിടിപ്പിക്കും, നമ്മളിൽ കോപമുണർത്തും. ചില മനുഷ്യർ നമ്മളിൽ അസൂയ ഉണർത്തും. ചില മനുഷ്യർ നമ്മിൽ കോപമുണർത്തും. വളരെ അപൂർവം ചില മനുഷ്യർ മാത്രമാണ് നമ്മളിൽ ബോധമുണർത്താറുള്ളത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ ദേറാവാസം അല്ലെങ്കിൽ മരുഭൂവാസം, അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ പരിവർത്തനവും പരിണാമവുമാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ഉണർവോടുകൂടി താൻ ജീവിച്ചിരുന്ന കാലത്ത് താൻ ഏറ്റുവാങ്ങിയ നിയോഗത്തെ ദൈവീകമായി പൂർത്തീകരിക്കാൻ, ആ പ്രതികൂലമായ കാലാവസ്ഥകളിൽ കരുത്തോടെ ഉലയാതെ നിലകൊള്ളാൻ അദ്ദേഹത്തെ സഹായിച്ചത് എന്ന് നമ്മൾക്കറിയാം. സെന്റ് ജോൺ ക്രിസോസ്റ്റം അദ്ദേഹത്തിൻ്റെ ഓൺ ദ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറയുന്ന പുരോഹിതന്മാർക്ക് എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, അസറ്റിസിസം ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യത്തിന് അടിസ്ഥാനപരമായി വേണ്ട ഒരു അനിവാര്യതയാണ് ഒരു യോഗാത്മക ദർശനം. അതുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭകളിലെല്ലാം തന്നെ സെമിനാരികളെല്ലാം മൊണാസ്ട്രികളോട്, സന്യാസ ആശ്രമങ്ങളോട് ചേർത്ത് പണിയപ്പെട്ടിരുന്നത്. അത്തരം സന്യാസ മൂല്യങ്ങൾ ഉള്ളിൽ നിലീനമാകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ലോകത്തിന്റെ ജീവനത്തിന്റെ പ്രതാപത്തോട്, ജഡമോഹത്തോട്, കൺമോഹത്തോട് ഒരകലം പാലിച്ചുകൊണ്ട് നിലനിൽക്കാൻ ആവുകയുള്ളൂ എന്ന സഭാ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാത്ത മാതൃകയാണ് ഏതൊരു വിശുദ്ധനും എന്നതുപോലെ പരിശുദ്ധനായ യാക്കോബ് ബർദാനായി. അതുകൊണ്ട് ഈ ഉണർന്ന മനുഷ്യനെ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മയക്കങ്ങളിൽ നിന്ന്, നമുക്ക് പലതരം മയക്കങ്ങളുണ്ടാവും. അധികാരത്തിൻ്റെ മയക്കമുണ്ടാവും, ധനത്തിൻ്റെ മയക്കമുണ്ടാവും, നമ്മുടെ അറിവിൻ്റെ അഹന്തയുടെ മയക്കമുണ്ടാവും. ഇത്തരം എല്ലാ മയക്കങ്ങളിൽ നിന്നും ഒരു ഉണർവിനുള്ള സാധ്യതയായി ഈ പെരുന്നാൾ പരിണമിക്കണം. ആന്റണി ഡിമെല്ലോയുടെ മനോഹരമായൊരു പുസ്തകമാണ് അവയർനെസ്. അതിൽ പറയുന്ന ഒരു ചെറിയ കഥ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു അപ്പനും മകനും കൂടെയുള്ള സംഭാഷണമാണ്. അപ്പൻ നേരം വെളുത്തപ്പോൾ മകൻ്റെ മുറിയുടെ കതകിൽ ഇങ്ങനെ മുട്ടുവാണ്. അവൻ തുറക്കുന്നില്ല. അപ്പം വിളിച്ചു, അവനെ, മോനെ വിളിച്ചു, എഴുന്നേക്ക്, സ്കൂളിൽ പോകാൻ സമയം, എഴുന്നേക്ക്. അപ്പം അവൻ പറഞ്ഞു, അപ്പ എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. നീ സ്കൂളിൽ പോകണം. എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. 3 കാരണങ്ങളുണ്ട്. അവൻ എണ്ണി പറയണം. ഒന്നാമത്തെ കാരണം, ബിക്കോസ് ഇറ്റ്സ് സോ ഡൾ, എനിക്ക് പോകാൻ ഇഷ്ടമില്ല. രണ്ടാമത് പറയാണ്, ദ കിഡ്സ് ടീസ് മീ, അവരെന്നെ ഇങ്ങനെ കളിയാക്കുകയും അലോസരപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നു. മൂന്നാമത് പറയുന്നു, ഐ ഹേറ്റ് സ്കൂൾ, ഞാൻ സ്കൂളിനെ വെറുക്കുവാണ്. പപ്പൻ്റെ മറുപടിയാണ്, നീ സ്കൂളിൽ പോകണമെന്നുള്ളതിന് ഞാൻ 3 കാരണങ്ങൾ പറയാം.
ഒന്നാമത്തെ കാരണം, ഇറ്റ്സ് യുവർ ഡ്യൂട്ടി, നീ പോകണം, അതിൻ്റെ ചുമതലയാണ്. രണ്ടാമത്, യു ആർ 45 years old, നിനക്ക് 45 വയസ്സായി. മൂന്നാമത്, ബിക്കോസ് യു ആർ ദ ഹെഡ് മാസ്റ്റർ ഓഫ് ദാറ്റ് സ്കൂൾ. നമുക്ക് ഇച്ചിരി പ്രായമൊക്കെ ആയില്ലേ എല്ലാവർക്കും, പക്ഷെ നമ്മൾ ഉണർന്നിട്ടില്ല. നമ്മളിങ്ങനെ കിടക്കുവാണ്. ചിലയിടത്തൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ആലസ്യങ്ങളിൽ, നമ്മുടെ അലസതകളിൽ, അധികാരത്തിൻ്റെ സുഖത്തിൽ, പണത്തിൻ്റെ സുഖത്തിൽ ഒക്കെ ഇങ്ങനെ മയങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. ഉണരണം. എവേക്ക്. വേദപുസ്തകം നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്, എവേക്ക്. ഈ പരിശുദ്ധനും അത്തരമൊരു ഉണർവിൻ്റെ സാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.